ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. അതായത് കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ ബേബിനായിട്ടുള്ള കുറച്ച് ടൈം എല്ലാം കൂടിയുള്ള ഒരു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇക്കുവിന് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഞാൻ 6 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കൽ. ചില ദിവസങ്ങളിൽ എൻ്റെ കൂടെ തന്നെ റുവ ബേബിയും എണീക്കാറുണ്ട് കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഞാൻ എണീച്ച് കിച്ചണിൽ എത്തിയപ്പോഴത്തേക്കും ഒരു കരച്ചിൽ കേട്ടിട്ട് ചെന്ന് നോക്കിയത്. അപ്പോൾ എണീച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് എടുത്ത് ഓടുന്നു. അവളെ ഹൈ ചെയറിൽ ഇരുത്തിയേക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ അവൾ അതിലിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണ സമയം അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല കുട്ടിയായിട്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യാണ്. ഇന്ന് രാവിലെ കഴിക്കാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് മുൻപായിട്ട് ഇക്കുവിന് ഓഫീസിലേക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഐറ്റം ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ഊത്തപ്പാണ് ഉണ്ടാക്കുന്നത്. ഊത്തപ്പവും അതേപോലെ ചട്നിയും നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. ഇങ്ങനെ ദോശമാവിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടാണ്. ഞാനിവിടെ സവോള, തക്കാളി, ക്യാരറ്റ്, പിന്നെ മല്ലിയില, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. ഇത് റുവ ബേബിക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഊത്തപ്പത്തിലേക്ക് കഴിക്കാൻ ഞാൻ ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇക്കുവിന് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് അപ്പൾക്കപ്പം ഉണ്ടാക്കണ്ടോ ചെയ്യുക. നല്ല ക്രിസ്പി ദോശയുടെ ഉള്ളിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് അതിങ്ങനെ മടക്കി കഴിക്കാൻ ഇക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഇക്കു കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ദോശ ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ്. പിന്നെ ചട്നി ഞാൻ സാധാ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കടുകും ഉണക്കമുളകും വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ ആ ഒരു ചട്നി മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഇക്കുൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായിട്ടുണ്ട്. പിന്നെ ദോശ ഇതേ നല്ല മുരിഞ്ഞ ദോശ സെറ്റായിട്ടുണ്ട്. അത് ഇക്കു കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, സുലൈമാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇക്കു ഓഫീസിൽ പോയി. പിന്നെ അതേ ഞാനും റുവ ബേബിയും കുറച്ച് ടൈം കിടന്ന് ഉറങ്ങിയിട്ടാവും. അതിന് ശേഷം എണീച്ചതാണ്. ഒരു 10 മണിയൊക്കെ ആയിണ്ടാവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കണത്. ഞാനും കഴിച്ച് റുവ ബേബി ഇതേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റുവ ബേബിയുടെ ഒരു മൂഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ ഈ ഹൈ ചെയറിൽ ഇരിക്കുകയും ഒറ്റയ്ക്ക് കഴിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവൾ ഹൈ ചെയറിലൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഊത്തപ്പം പൊട്ടിച്ച് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഫുള്ളും കഴിച്ച് നല്ല ഗുഡ് ഗേൾ ആയിട്ടാണ് ഇരിക്കണം. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തരി സമയം പോലും ഹൈ ചെയറിൽ പിന്നെ ഇരിക്കില്ല, നമ്മൾ അപ്പം തന്നെ എടുക്കണം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പം പിന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ, ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യണതിനെക്കാട്ടിയും പൊടിയൊക്കെ തുടച്ച് മൊത്തത്തിലൊന്ന് നല്ല ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ബെഡൊക്കെ കുടഞ്ഞിടുകയാണ്. അപ്പോൾ റുവ ബേബി എണീക്കണുണ്ടായിരുന്നില്ല. ആ ബെഡിൽ കിടന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. റുവ ബേബീൻ്റെ ഫേവറേറ്റ് ആണ് റേച്ചൽ. അപ്പോൾ അതിലത്തെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വിരിച്ചൊക്കെ ഇട്ട് അവിടെ ഇരുത്തി കൊടുത്തിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി എൻ്റെ ബാക്കി ക്ലീനിങ് പരിപാടീസും കാര്യങ്ങളൊക്കെ ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ.
ദിവസം കുറച്ച് ടൈമൊക്കെ ടി വി കണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ മതിയായി കരച്ചിലായി തുടങ്ങിയിട്ടാ. ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കായിരുന്നില്ലേ. അപ്പോൾ അവളെയും കൂടിയും എന്തില്ലെങ്കിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യിപ്പിച്ച് നമ്മളെ കൂടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ റുവ ബേബി ഇതേ എൻ്റെ വാഷിംഗ് മെഷീനിൽ തുണിയിടാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പിന്നെ റുവ ബേബിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന ടൈമിൽ താത്തയും ചിയാമ്മയും കൂടി വന്നിട്ടാണ്. അപ്പോൾ ഇവർ എല്ലാ ദിവസവും വരലുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ അങ്ങനെ വരുന്നതാണ്. എന്നിട്ട് റുവ ബേബി ഇവരെ കൂടെ പോവാൻ വേണ്ടിയിട്ട് താത്താൻ്റെ അടുത്തേക്ക് പോകട്ടാ എന്നും. അപ്പം ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കണതാണ്. താത്താക്ക് പിന്നെ കേക്കിൻ്റെ പരിപാടികളും ഓരോ തിരക്കൊക്കെ ഉണ്ടാവും. പിന്നെ റുവ ബേബി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ആള്. റുവാ ബാ പോവാ, നമുക്ക് അകത്തേക്ക് പോവാ. റുവാക്ക് ചോറ് തിന്നണ്ടേ? ചോറും തൈരും പിന്നെന്താ വേണ്ടത്? എഗ്ഗ് വേണോ? ബായ് പറഞ്ഞു, ബായ് പറഞ്ഞു. ബായ് പറഞ്ഞോ, ബായ് പറഞ്ഞോ. ബായ് ചെയ്യാമോ? അപ്പോൾ അവർ പോയതിന് ശേഷം പിന്നെ റുവ ബേബിക്ക് ഫുഡ് കൊടുക്കണം. ചോറൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വിളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തന്നെ അവൾക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുഡ് വേണം. അപ്പോൾ ഇതേ ചോറും പിന്നെ മുട്ട ചിക്കിയതും പിന്നെ തൈരുമാണ് കേട്ടോ കൂട്ടിയിട്ട് കഴിക്കണത്. തൈരിൽ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് റുവ ബേബി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇതേ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. റുവ ഫുള്ളും ഫുഡ് കഴിച്ചില്ല കേട്ടോ, കുറച്ച് ഫുഡേ കഴിച്ചുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ടൈം കിടന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ പണികളൊക്കെ ചെയ്യാൻ, ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കണം, ഫുഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഉറക്കാൻ നോക്കിയതാണ്. പക്ഷെ അവൾ ഉറങ്ങിയില്ല. പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കി. തക്കാളി ചട്നി, പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു, പിന്നെ ചീര ഉപ്പേരി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാത്രങ്ങൾ കഴുകൽ പരിപാടിയിലിരുന്നു കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോഴാണ് പിന്നെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞത്. പിന്നെ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ ഞാൻ അവിടെ കിടന്നിട്ട് എന്തെങ്കിലും യൂട്യൂബിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് ടി വി തുറന്നു നോക്കിയപ്പോൾ തന്നെ നമ്മളെ കാർത്തിക് സൂര്യയുടെ വ്ളോഗാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറിൻ്റെ അവാർഡ് കിട്ടുന്ന പ്രോഗ്രാമായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ റുവ ബേബി എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം ഞാനും ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് റുവയുടെ കൂടെ കുറച്ച് ടൈം ഒന്ന് ഉറങ്ങിയിട്ടാ. അപ്പോഴത്തേക്കും ഇക്കു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പം ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായക്ക് ജസ്റ്റ് ബിസ്ക്കറ്റ്, റസ്ക്, മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. പിന്നെ റുവാനായിട്ട് ഞാൻ എല്ലാ ദിവസവും പുറത്തിറങ്ങലുണ്ട്. ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പം ഇത്ര ഇരുട്ടാവലില്ല, അതിൻ്റെ മുന്നേ ഇറങ്ങലുണ്ട്. ഇന്ന് പിന്നെ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉള്ള കാരണം മൊത്തത്തിൽ ലേറ്റായി പോയി. അപ്പം ഞാനിതേ റുവ ബേബിനെയും കൂട്ടിയിട്ട് പാർക്കിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ടൈം ആയതുകൊണ്ട്. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോയി തോന്നുന്നുണ്ട്. അങ്ങനെ ഇതേ റുവാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിലിരുന്നിട്ട് ഇങ്ങനെ കറങ്ങാൻ. അപ്പോൾ അതിലിങ്ങനെ കളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട് അതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ ഞാൻ അതിലിരുത്തി. പിന്നെ നമുക്ക് കുറച്ച് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോയി. അവിടെ ഇങ്ങനെ പുല്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നടത്താമെന്ന് വിചാരിച്ചിട്ട് റുവാക്ക് കൈയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നടത്തിട്ടാ കുറച്ച് നേരം. പിന്നെ ഇനിയിപ്പോൾ ഏതിൽ അവളെ ഇരുത്താൻ പറ്റാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു, ബേബീസിന് ഇരിക്കാൻ പറ്റിയ പോലത്തെ. അപ്പം ഞാൻ അതിലിരുത്തി നോക്കിയതാണ് കേട്ടോ. കരയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുത്തിയതാ. പക്ഷെ പിന്നെ അതിമന്ന് എണീക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബേബി വായോ, നമ്മൾക്ക് പോവാ, വീട്ടിൽ പോവാ, വാ. വരുന്നില്ലേ റുവ? വരുന്നില്ല? വായോ.
എടുക്കട്ടെ, ബേബിനെ എടുക്കട്ടെ, മതി. വാ എണിച്ചേ, വീട്ടിൽ പോവാ, വീട്ടിൽ പോവാ. വാ വായോ പൊന്നാ. വരുന്നില്ല? ഇതിൽ കളിക്കാനാ? ഊഞ്ഞാലിൽ കളിക്കാനാ? എന്നിട്ട് പേടിച്ചിട്ടാണല്ലോ ഇരിക്കണ്. ചിരിച്ചൂടെ? ഹലോ ഹലോ, ചിരിക്കോ ഈ ബേബി? ചിരിക്കോ? ഞങ്ങൾ പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. ഒരു 10-20 പൂച്ചകളുണ്ട്. ഇപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ റുവ ബേബി അവിടെ ഇങ്ങനെ നിന്ന് നോക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിക്കാണ്. താത്താടെ അവിടേക്ക് പോകാനായിട്ട്. അളിയൻ ഇന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ അവിടേക്ക് പോവാന്നുള്ള രീതിയിൽ റുവ ബേബിക്ക് ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചിയാമൂനായിട്ട് കളിക്കലായിരുന്നു കുറച്ച് ടൈമൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ റുവാക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പം അളിയനെ ഇറങ്ങാനായി. അപ്പോൾ ഇവർ പെട്ടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അളിയൻ പോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഞാൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാല ഒക്കെ സെറ്റാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി. അതിലേക്ക് കോൾസ്ലോ പിന്നെ മയോനൈസ് സോസൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.